കാട്ടുകൊമ്പനെ വീഴ്ത്താൻ വാരിക്കുഴി കുഴിച്ച് ഏഹ്, ഈ അതിൻ്റെ പുറത്ത് അതറിയാതിരിക്കാൻ ഇലയൊക്കെ വെച്ച് മറച്ച് കാത്തിരിക്കുന്ന ഒരു കെണി ഉം, നമ്മൾ കണ്ടിട്ടുണ്ട്. ഉം, ഇപ്പോഴിത് അതുപോലെ ഉം, കോൺഗ്രസ്സിലെ ഒരു കൊമ്പനെ വീഴ്ത്താൻ ഉം, കോൺഗ്രസ് തന്നെ ഇത്തരത്തിൽ വാരിക്കുഴി കുഴിച്ചിരിക്കുന്നു. ഉം. അത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചത് ശശി തരൂരിനെയാണ്. ഉം, പക്ഷേ അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് ഉം, ഒഴിഞ്ഞു മാറി. ഉം. ഈ കോൺഗ്രസിന്റെ തന്ത്രം ശരിക്കും പൊളിഞ്ഞു. ബുദ്ധിമാനായതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല, സത്യവാനായതുകൊണ്ടാണ്. സത്യമേ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റൂ. ലോക രാഷ്ട്ര തലസ്ഥാനങ്ങളിലെല്ലാം പോയി പറഞ്ഞ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കാരണം ആ സത്യസന്ധത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിജാത സ്വഭാവത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. കള്ളം പറഞ്ഞുകൊണ്ട് തടി തപ്പുക എന്ന് പറയുന്നത് കള്ളമല്ല. ഇന്ന് വരെ നോക്കൂ, അദ്ദേഹം പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ്, കള്ളങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻസ്, ഈസ് കൺവിൻസ്ഡ്, ബോധ്യപ്പെട്ട സത്യങ്ങളാണ്. അല്ലാതെ തങ്ങൾക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കള്ളങ്ങളല്ല. നമ്മുടെ രാഷ്ട്രത്തിന് ഒരുപക്ഷെ ആത്മഹത്യാപരമാകുന്ന കാര്യങ്ങളല്ല, വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത്. രാഷ്ട്രത്തെ മുറിവേൽപ്പിക്കുക എന്നുള്ളതല്ല ഭീകരവാദികളെ പോലെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മോദിയോടായാലും ബി ജെ പിയോടായാലും തുറന്നു പറയുകയും അതേസമയം തന്നെ സത്യസന്ധത പുലർത്തുകയും ചെയ്യാൻ കഴിയും. അതാണ് ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ നിലപാട്. അല്ല ഞങ്ങളെ ഇപ്പോൾ ഒരാൾ ജയിലിലിടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ നിമിഷം രാഷ്ട്രത്തിനെതിരാകുന്ന മനോഭാവം ചിദംബരത്തിനും രാഹുൽ ഗാന്ധി കുടുംബത്തിനും ഉണ്ട്. ആ രീതിയല്ല അദ്ദേഹം അവലംബിക്കുന്നത്. സത്യസന്ധത, ജെന്റിൽമാൻ, ഈസ് എ ജെന്റിൽമാൻ. അതുകൊണ്ടാണ് മാന്യനായ ഒരു വ്യക്തിക്ക് അവിടെ പോയതിന് മറിച്ച് ഇവിടെ പറയാൻ പറ്റില്ല. നോക്കൂ, നമ്മളെല്ലാം വിമർശിച്ചിരുന്ന ആളാണ് ഒവൈസി, ഹൈദരാബാദിൽ നിന്നുള്ള MP. അതെ, ആ ഒവൈസി പോലും കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞത് എന്താണെന്നറിയാം? നിങ്ങൾ എന്തിനാ അവിടെ പോയിട്ട് അറേബ്യയിൽ പോയിട്ട്, അത് സൗദി അറേബ്യ അല്ല, പിന്നെ അബുദാബിയിൽ പോയിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പാകിസ്ഥാനുമായിട്ട്? ഞങ്ങൾ ഈ രാഷ്ട്ര തലസ്ഥാനങ്ങളിലെല്ലാം ചെന്ന് പാകിസ്ഥാനെതിരായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ട് ഇവിടെ കളിക്കാൻ പോകണമെന്ന്, അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കാൻ BCCIക്ക് അതിൻ്റെ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല അങ്ങേരുടെ ഉത്സാഹമാണ്, കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഈ കാണിച്ച തെമ്മാടിത്തരങ്ങളൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. കളിച്ച് കുറച്ച് കാശുണ്ടാക്കണം, ഇതാണ് ലക്ഷ്യം. പാകിസ്ഥാനും ഇന്ത്യയും കൂടെ കളിക്കുമ്പോൾ ആൾക്കാർ യുദ്ധമാണല്ലോ, യുദ്ധം പോലാണല്ലോ ഇത് കാണുന്നത്. അതെ, അതെ. അങ്ങനെ കുറേ പണം ഉണ്ടാക്കണം, ക്രിക്കറ്റ് യുദ്ധമാണ്. അവരുടെ നോക്കണം, അവരുടെ ദീർഘവീക്ഷണം എത്രമാത്രം ഉണ്ടെന്ന്. ചിദംബരം അങ്ങനെ ആയിരിക്കാം, പക്ഷേ ശശി തരൂർ അങ്ങനെയല്ല. രാഷ്ട്രത്തോട് സ്നേഹമുണ്ട്. അദ്ദേഹം അന്യനാടുകളിലാണ് ജീവിച്ചതെങ്കിലും ഈ രാഷ്ട്രമെന്ന് ദേശാഭിമാനിയാണ്. അഭിമാനമുണ്ട്, ഈ രാഷ്ട്രത്തിൽ അഭിമാനമുണ്ട്. അതാണ് ഈ അഭിമാനത്തെ വ്രണപ്പെടുന്നത്. നാഷണൽ ഓണർ എന്ന് പറഞ്ഞൊരു സത്യമുണ്ട്, അതിനെ വ്രണപ്പെടുത്തുന്നു ഒന്നും പറയില്ല. ഇന്ത്യക്ക് വേണ്ടി വാദിക്കുക, ഇന്ത്യയുടെ സത്യങ്ങളുണ്ട്, അതുമാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഒവൈസിയും പറഞ്ഞത് അത് തന്നെയാണ്. ഇത്രയധികം പിന്നെ നമ്മൾ വിമർശിച്ച ഒവൈസി പോലും പറഞ്ഞ ആ കാര്യം തന്നെയാണ്. നിങ്ങളൊരു കാര്യം പാകിസ്ഥാനെ മനസ്സിലാക്കണം, നിങ്ങളുടെ രാജ്യത്തിലുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. ആ രാജ്യത്തോടാണ് നിങ്ങൾ ഈ ദ്രോഹങ്ങൾ ചെയ്യുന്നത്, അവരെ കൂടിയാണ് നിങ്ങൾ ദ്രോഹിക്കുന്നതെന്ന് വികാരം മുറ്റിയ ഭാഷയിൽ പറയാൻ ഒരു ഒവൈസിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ആ ഒവൈസി അതാണ് നിർവഹിച്ചത്. അയാൾക്ക് പോലും സത്യസന്ധതയുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് ഇതില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്താ ഇതിനെ ഉപയോഗിച്ചത്? ഈ പേര് ചേർത്തിട്ട് അദ്ദേഹം എന്താ പറയുന്നത് ഇങ്ങനെ കേട്ടിരുന്നത്. കോൺഗ്രസിന് വിരുദ്ധമായിട്ട്, കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അദ്ദേഹത്തിനെതിരെ കൂറുമാറ്റ. അതുകൊണ്ടാണ് ഞങ്ങൾ പാർലമെന്റിൽ ഇങ്ങനെ പറയുന്നത്. ആ ഒരു ദുർബലമായിട്ടുള്ള, വളരെ മോശമായിട്ട്, കാരണം വിപ്പ് കൊടുത്തിട്ടാണല്ലോ സംസാരിക്കാൻ നിയോഗിക്കുന്നത്. അതെ. അപ്പം അതിനനുസരിച്ച് സംസാരിച്ചില്ലെങ്കിൽ അത് അതെ ചട്ടലംഘനമാണ്. അല്പം മുമ്പ് ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എൻ്റെ അഭിപ്രായമേ പറയാൻ പറ്റൂ, അഭിപ്രായ വ്യത്യാസമുണ്ട്, കോൺഗ്രസിൻ്റെ നിലപാടുമായിട്ട് യോജിച്ചു പോകുന്നില്ല, അതുകൊണ്ടാണ് ഈ ഞാൻ ചർച്ചയിൽ നിന്ന് ഒഴിവാകുന്നത്. മറിച്ച് ഞാൻ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസ് ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചാണ്. അവിടെ ഇപ്പം എല്ലാവരും പറഞ്ഞ് ഇറാനെ തോൽപ്പിച്ചിട്ട് അമേരിക്കയും ഇസ്രയേലും ഒക്കെ പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ കപ്പലുകൾക്ക്, ഇന്ത്യക്കാർ മെർച്ചൻ്റ് നേവിയുടെ ഭാഗമായിട്ട് കപ്പിത്താന്മാരായിരിക്കുന്ന കപ്പലുകൾക്കും പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം റിച്ച്മോണ്ട് വോയേജർ എന്ന് പറയുന്ന ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞത്, എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞത്, അവരുടെ കപ്പലിന് നേരെ ആ കടലിടുക്കിൽ വെച്ച്, ഇറാനോട് ചേർന്നുള്ളതാണല്ലോ, അവിടെ വെച്ച് ആക്രമണം ഉണ്ടായി. ഇറാൻ കീഴടങ്ങിയിട്ടില്ല. ഇറാൻ മാത്രമല്ല സാർ, യമൻ അടക്കമുള്ള രാജ്യങ്ങൾ, ഹൂതികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അത് വേറൊരു വിഷയമാണെങ്കിലും ഇസ്രായേലുമായിട്ട് ചരക്ക് വ്യാപാരം നടത്തുന്ന ഏത് കപ്പലും ചെങ്കടലിൽ കൂടി പോയാലും
അത് ആക്രമിക്കും, ചോര അണിഞ്ഞിരിക്കും എന്ന് ദൃഢപ്രതിജ്ഞ ധരിക്കുക. ഇസ്രായേലും അമേരിക്കയും കൂടെ കൂടിയിട്ടൊന്നും അവരെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് നഗ്ന സത്യം. ഈ സത്യം ആരും വിളിച്ചു പറയുന്നില്ല. ഇന്ത്യ തോറ്റേ, ഇന്ത്യയുടെ വിമാനം പോയേ എന്ന് പറഞ്ഞു കിടന്ന് വിളിച്ചു കൂവുകയാണ് ഇവർ ചെയ്യുന്നത്. സത്യസന്ധമല്ലാത്ത പ്രസ്ഥാനം. അതിന് മറുപടി ഇന്നലെ കൊടുത്തു കഴിഞ്ഞ് രാജ്നാഥ് സിംഗ്, ഇനിയെങ്കിലും ഈ കപട പ്രയോഗങ്ങൾ നിർത്തണം. അത് കപടപ്രയോഗം നടത്താൻ വയ്യാത്തത് കൊണ്ടാണ് ശശി തരൂർ ഇതിൽ നിന്ന് മാന്യമായിട്ട് വിട്ടുമാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോർമൂസ് കടലിലെ ഈ പ്രശ്നം ഇന്ത്യയുടെ വിഴിഞ്ഞം തുറമുഖം, കേരളത്തിനും കൂടെ പ്രാധാന്യമുള്ള വിഴിഞ്ഞം തുറമുഖത്തിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് തൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയാൻ താൻ ആഗ്രഹിച്ചതെന്ന് അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി ചർച്ചയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് വേണമെങ്കിൽ ഇനി ഇവർക്ക് ഇനി പാർട്ടിയിൽ നിന്ന് മാറ്റാം. പാർട്ടിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു അവസരമായിരിക്കും BJP ക്ക് കിട്ടുക. അടുത്ത വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ ഉള്ള സാഹചര്യം തരൂരിനും അത് തീർച്ചയായിട്ടും സുവർണ്ണ തീർച്ചയായിട്ടും അദ്ദേഹം നേടുകയുള്ളൂ. എങ്ങനെയെങ്കിലും കോൺഗ്രസ് അദ്ദേഹത്തെ ഒന്ന് പുറത്താക്കണമെന്നാണ് വിവരമുള്ള ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നത്. പാലോട് രവി പറഞ്ഞത് കേട്ടില്ലേ? അതെ, എടുക്കച്ചരക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക പാർട്ടി. ഇതിനകത്ത് ഇപ്പം ഇത് മനസ്സിലാവാത്ത രണ്ടുപേരേ ഉള്ളൂ, നമ്മുടെ KC വേണുഗോപാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി. ഈ രണ്ടുപേരേ ഉള്ളൂ. എടുക്കച്ചരക്കായി മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തിന് പ്രശാന്തിനെ അറിയാമല്ലോ. കോൺഗ്രസ്സുകാർ മുഴുവൻ BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. കോൺഗ്രസിനെ മതിയായി. എന്തുകൊണ്ട്? ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ദേശവിരുദ്ധ പ്രസ്താവനകൾ കൊണ്ട് തന്നെയാണ്. നെഞ്ചുരുകിയാണ്. കോൺഗ്രസിൽ ആജീവനാന്തം അവസാന ശ്വാസം വരെ തുടരണമെന്നാഗ്രഹിച്ച വ്യക്തികൾ പോലും നിവൃത്തിയില്ലാതാണ് BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ സത്യം പറഞ്ഞതിനാണ് പാലോട് സത്യം പറഞ്ഞവരെ പുറത്താക്കിയവർ. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? ശശി തരൂരിനെ പുറത്താക്കും. നോക്കൂ, പാലോട് രവിയുടെ അടുത്ത ആളായിട്ട് അനന്തര അവകാശിയായിട്ട് വന്ന എൻ ശക്തൻ എന്താ പറഞ്ഞത്? ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പാലോട് രവി പറഞ്ഞത്. ഈ സത്യം തിരിച്ചറിയണം. നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും കമ്പനിയും ഉണ്ടാക്കി വയ്ക്കുന്ന ആ ദേശദ്രോഹ നിലപാടുകൾ ഇന്ത്യയല്ല സഹായിക്കുന്നത്, പാകിസ്ഥാനെയാണ് സഹായിക്കുന്നത്. ഇന്ത്യയുടെ ശത്രുക്കളെ സഹായിക്കാൻ വേണ്ടി. നിങ്ങളിപ്പോൾ പറയുന്നില്ല BJPയെ സഹായിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാൽ ശശി തരൂരിനെ പുറത്താക്കുമെന്ന്. നിങ്ങളെന്തുകൊണ്ട് ഇന്ത്യയെ സഹായിക്കാത്ത, ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ്റെ വായിലേക്ക് ഉരുട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു അവർക്ക് പറയാൻ വേണ്ടി, വീമ്പിളക്കാൻ വേണ്ടിയിട്ട്? ഒരു വശത്തൂടെ ഇന്ത്യ ഉയർന്നു വരുമ്പോൾ അതിനെ നശിപ്പിക്കണമെന്നുള്ളൊരു വാസനയാണ് ഇനി. വികസന വിരോധികളായിക്കൊണ്ട് പാർലമെൻറ്റിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലുള്ള നമ്മുടെ വിജയത്തിൽ ഈ രാജ്യത്ത് ആർക്കെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവുന്നെങ്കിൽ അത് തകർക്കാൻ നമ്മുടെ പട്ടാളക്കാരുടെ വീര്യം തകർത്തുകൊണ്ട് ശല്യരംഗന മഹാഭാരത യുദ്ധത്തിൽ, കർണൻ ഒരു നല്ല കഥാപാത്രമല്ല, അസൂയയുടെ കൂമ്പാരമാണ്. അദ്ദേഹത്തിൻ്റെ അർജുനനോട് ഒരു അകാരണമായ അസൂയ, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വില്ലത്തരം. അത് ചെയ്യേണ്ട കാര്യമാണ്. ശല്യർ എങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കർണന്റെ വീര്യം ചോർത്തിക്കളഞ്ഞു. അതുപോലൊരു കാര്യമാണ് പട്ടാളക്കാരുടെ വീര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോടൊപ്പം നിന്ന് അവരെ പ്രചോദിപ്പിക്കും. രാജ്യം അവരുടെ ഒപ്പം നിൽക്കുമ്പോഴാണ് വീരന്മാരായി തയ്യാറാവും. ഇത് ഇകഴ്ത്തിക്കൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു, നമ്മുടെ വിമാനങ്ങൾ തകർന്നു എന്ന് ഒരു തെളിവുമില്ലാതെ 40 ശല്യരെ പോലെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രത്തിന് രാഹുൽ ഗാന്ധിയും കമ്പനിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒന്നുമല്ല, അവിടെ ജബുവയിലെ കന്യാസ്ത്രീകളോട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അവിടെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളോട് കാണിക്കുന്ന സ്നേഹമെങ്കിലും ഈ ഭാരതമാതാവിനോട് നിങ്ങൾ കാണിക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.